അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചൊല്ലേണ്ട ഒരുപാട് ദിക്റുകളുണ്ട്. ഒരുപാട് മഹത്വങ്ങളേറിയ അള്ളാഹുവിന്റെ അമ്പിയാക്കളും അള്ളാഹുവിന്റെ ഔലിയാക്കളും പതിവാക്കി വന്നിരുന്ന ഒരുപാട് ദിക്റുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാനും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം നമുക്ക് കരസ്ഥമാക്കാനും ഇത്തരത്തിലുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണമാണ് ഈ ദിക്റുകൾ. ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ ആത്മീയപരമായ ഒരു ഉന്നത സ്ഥാനം നമുക്ക് എപ്പോഴും ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇരുലോക വിജയത്തിനും ഈ ദിക്റുകൾ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഓരോ അമലുകളും സ്വാലിഹായ അമലാക്കി അല്ലാഹു സ്വീകരിക്കട്ടെ. പരിശുദ്ധമായ ഈ ഷിഫാഇന്റെ മജ്ലിസിൽ നിന്ന് ഒരുപാട് ആളുകൾ അമലുകൾ സ്വീകരിച്ച് എല്ലാ ദിവസവും അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ചിട്ടയുള്ള ഒരു ജീവിതമായി, ഈമാനുള്ള ഇഖ്ലാസുള്ള ഒരു ജീവിതമായി അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിനെ നീ മാറ്റിത്തരണം റഹ്മാനെ. എല്ലാ ആപത്തുകളിൽ നിന്നും ഏത് പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാൻ, നമ്മൾ അനുഭവിക്കുന്ന ഏത് വിഷമങ്ങളുണ്ടോ ആ വിഷമത്തിൽ നിന്നെല്ലാം നമുക്കൊരു രക്ഷ ലഭിക്കാൻ ഇൻഷാ അല്ലാഹ് 70 തവണ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ദിക്ർ ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിൽ പതിവാക്കണം. എല്ലാ ദിവസവും നമ്മൾ പതിവാക്കണം. കഴിഞ്ഞ മജ്ലിസിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ മഹത്വമേറിയ ഈ ദിക്ർ 70 തവണയാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഒരു ദിവസം പോലും വിടാതെ നമ്മൾ പരിപൂർണമായി എല്ലാ ദിവസങ്ങളിലും ഈ ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നേട്ടങ്ങൾ അല്ലാഹു നമുക്ക് നൽകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു ആയത്താണ്, ഒരു ദുആയാണ്, ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മിൽ പല ആളുകളും ചൊല്ലുന്ന ഒരു ദിക്റാണെങ്കിൽ കൂടി അതിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആ ദുആനെ, ആ ദിക്റിനെ നമ്മൾ ഒഴിവാക്കുകയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് ഒരു അറാബിയായ മനുഷ്യൻ ചോദിച്ചു, അല്ലയോ അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ എനിക്ക് വല്ലാത്ത വിഷമങ്ങളാണ്. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു വിഷമം വരുന്നു. സാമ്പത്തികമായ വല്ലാത്ത വിഷമങ്ങൾ എന്റെ ജീവിതത്തിൽ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കടങ്ങളാൽ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എല്ലാ വിഷമത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി, എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദുആ അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എല്ലാ ദിവസവും 70 തവണ ഈ ദുആയാണ് ഒരു ദിക്റായിട്ട് നമ്മൾ ചൊല്ലേണ്ടത്. നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വല്ലാത്ത വിഷമങ്ങളിൽ അകപ്പെട്ട സമയത്ത് അതിൽ നിന്ന് രക്ഷ ലഭിച്ചത് ഈ ദിക്ർ കൊണ്ടാണ്, ഈ ദുആ കൊണ്ടാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ടത്. 70 തവണ നമ്മൾ ഒരുപാട് ദിക്റുകൾ ജീവിതത്തിൽ പതിവാക്കുന്നുണ്ടല്ലോ. അതിന്റെ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസത്തെ ദിക്റിനോടൊപ്പം 70 തവണ നമ്മൾ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദുആനെ നമ്മൾ 70 തവണ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലണം. ഇതിന്റെ നേട്ടങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് വിഷമമുണ്ടോ ആ വിഷമത്തിൽ നിന്ന് നമുക്കൊരു രക്ഷ ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ദുആ കൂടിയാണ്, ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അതോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ തേടേണ്ട ഒരു തേട്ടമുണ്ട്. വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ അതിനുകൂടെ സഹായിക്കുന്ന ദിക്റാണിത്. അതുകൊണ്ട് തന്നെ 70 തവണ ചൊല്ലാൻ നമുക്ക് 5 മിനിറ്റുകൾക്ക് താഴെ സമയം മതി.
ആ 5 മിനിറ്റിന്റെ താഴെ സമയം കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന നേട്ടങ്ങളാവട്ടെ വലിയ വലിയ മഹത്വമേറിയ നേട്ടങ്ങൾ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരമായി ഈ ദിക്റിനെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ 70 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദുആനെ ഞങ്ങൾ പതിവാക്കാൻ തീരുമാനിച്ചു. ഈ മജ്ലിസ് കേൾക്കുന്ന ഈ സമയം മുതൽ അല്ലാഹു കബൂലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരമായിട്ട്, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാരമായിട്ട് ഈ ദിക്റിനെ ഒരു അമലാക്കി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് നബിമാർ കൽപ്പിച്ചത്, നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ച ഒരു ദുആ കൂടിയാണ്. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പതിവാക്കിയ ദുആയാണ്. അതോടൊപ്പം നമ്മിൽ ഒരുപാട് ആളുകൾ ഈ ദുആ, ഈ ദിക്ർ ചൊല്ലിയിട്ട് ഒരുപാട് ഫലം ലഭിച്ചതുകൂടിയാണ്. മുടങ്ങാതെ 70 തവണ ഈ ദിക്റിനെ നമ്മൾ ചൊല്ലുക. നമ്മുടെ എല്ലാ വിഷമത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കണമെന്ന നിയ്യത്തോടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.